നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ അതേ ട്രിപ്പിൽ, അതായത് നേരത്തെ വഴിമുക്ക് നിന്നുള്ള വീഡിയോ, വഴിമുക്ക് കൊടിനട വീഡിയോ എടുത്ത് ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക, ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് മുക്കോല വിഴിഞ്ഞം റൂട്ടിലേക്ക് വരുന്ന റോഡിൽ വന്ന് ഞാനിപ്പോൾ നമ്മുടെ പോർട്ടിൻ്റെ സർവീസ് റോഡ്, അതായത് പോർട്ടിൻ്റെ അല്ല, നമ്മുടെ NH ബൈപ്പാസിൻ്റെ സർവീസ് റോഡ് വഴിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിയിൽ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മുടെ പോർട്ടിലേക്കുള്ള വൈദ്യുതിയൊക്കെ എത്തിക്കുന്ന സബ്സ്റ്റേഷൻ ഇവിടെയാണ്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്താണ്. അവരുടെ ഗാർഡനൊക്കെയാണ്, അവരുടെ എന്താ പറയുക, കൃഷി പരിപാടിയൊക്കെ ഇവിടെയാണ്. ഇതാണ് ആ സബ്സ്റ്റേഷൻ. എൻട്രൻസൊക്കെ ആകെ കാട് പിടിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു സംഗതിയും കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പോർട്ടിൽ ലോറികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇവർ വാങ്ങിയിട്ട ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്താണ് അവർ ട്രക്കുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടിരുന്ന ഒരു സ്ഥലം. ആ സ്ഥലം ഇപ്പോൾ ഇനി എന്താവുമെന്ന് അറിയില്ല. കാരണം ഇവിടെ എല്ലാം ഇനി മറ്റേ ക്ലോവർ ലീഫ് മാതൃകയിലുള്ള ഫ്ലൈ ഓവർ വരും. ഈ ഒരു സൈഡിൽ കൺസ്ട്രക്ഷൻ ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ പോർട്ടിലേക്കുള്ള റോഡ് ഇത് കാണുന്നതാണ്, അവിടെയാണ്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് മോളിൽ കാഴ്ചകളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, എന്താണ് മോളിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ NHൻ്റെ സർവീസ് റോഡ്. പോർട്ടിൽ നിന്നുള്ള റോഡും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ സൗത്ത് ഭാഗത്ത്, അതായത് തെക്കൻ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ ഈ ഒരു സർവീസ് റോഡിൽ കൂടെ വന്ന് പോർട്ടിലേക്ക് നേരെ കയറും. അതായത് കുറച്ച് മുന്നിൽ വരെ NHൽ വന്നിട്ട് ഈ സർവീസ് റോഡിലോട്ട് കയറും. എന്നിട്ട് പോർട്ടിലേക്ക് ലെഫ്റ്റ് പിടിച്ചങ്ങ് നേരത്തെ നമ്മൾ കണ്ട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പിടിച്ചങ്ങ് പോവുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അതാണ് ആ റോഡിൻ്റെ ഉദ്ദേശം. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്ത് പോയിട്ട് വരാം. നേരത്തെ നമ്മൾ കണ്ടത് ഇപ്പം നിർമ്മാണം നടക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലെ സ്ഥലം നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ വർക്കുകളൊന്നും തന്നെ നടക്കുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത് ആക്ച്വലി അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ കൂടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണ് അവിടുത്തെ എക്സാക്ട് പ്രശ്നമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ആ സൈഡിൽ, ഈ സൈഡിൽ പക്ഷേയാണ്, ഇവിടെയാണ് കൺസ്ട്രക്ഷൻ നല്ല തോതിൽ നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാം. ആ പോർട്ടിൽ നിന്നുള്ള റോഡ് ഇങ്ങനെ വന്ന് ആ ഫ്ലൈ ഓവർ നേരത്തെ പണിത് വെച്ചത് ഒരു പാരയായി. ഇല്ലായിരുന്നെങ്കിൽ അവിടെ പൊക്കി താക്കി ഇറക്കേണ്ട ഒരാവശ്യവും കാര്യമായ ആവശ്യമില്ലായിരുന്നു. അവിടെ ഇച്ചിരി, അതായത് ഒരു ലെവൽ, ഒരു എന്താ പറയുക, ഒരു ലെവലായിട്ട് അത്രയും ഹൈറ്റിൽ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പണി കുറഞ്ഞാൽ. ഇതിപ്പോൾ രണ്ട് സൈഡിലും അപ്രോച്ച് റോഡൊക്കെ വെച്ച് നമ്മൾ പണിയേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ പണിയൊക്കെ ഏകദേശം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിക്കുകയാണ് അത്യാവശ്യം നല്ല തോതിൽ. അപ്പോൾ തെക്ക് നിന്ന് വരുന്ന വണ്ടികൾ ഈ കാണുന്ന റോഡ് വഴി കയറി പോർട്ടിലേക്ക് പോകും. അതേപോലെ പോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ ഈ കാണുന്ന വഴി കൂടി ആയിരിക്കും നമ്മുടെ എന്താ പറയുക, വടക്കോട്ട് പോകുന്ന വണ്ടികൾ അവിടുന്ന് വന്ന് ആ പാലം ഇറങ്ങി ഈ സർവീസ് റോഡ് വഴി പിടിച്ച് നമ്മുടെ NHൻ്റെ സർവീസ് റോഡ് വഴി കയറി പോവുകയായിരിക്കും ചെയ്യുക. ഈ കുത്തുകയറ്റം വണ്ടികൾക്ക് നല്ല ഭാരമായിരിക്കും. വണ്ടികളുടെ പരിപ്പും കട്ടയും പടവും എല്ലാം മടങ്ങുന്ന ടൈപ്പ് ഒരു കയറ്റമാണ്. പക്ഷേ അത് ഈ കാണുന്ന ലോഡ് വണ്ടിയെല്ലാം, ഇതിപ്പോൾ എത്ര ടൺ കാണും, നല്ല ലോഡുള്ള വണ്ടിയല്ലേ. നമ്മുടെ 16 വീല് വണ്ടിയാണ്. അപ്പോൾ അത് മാക്സിമം ലോഡിലാണത് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളെല്ലാം ഇപ്പോൾ കയറി പോകുന്നത്. പോർട്ടിലോട്ട് കല്ല് കൊണ്ടുപോകുന്ന വണ്ടികളായിരിക്കണം ഇതൊക്കെ. അപ്പോൾ അതൊക്കെ പോകുന്നത് ഈ ഒരു സർവീസ് റോഡ് കയറി തന്നെയാണ്. അപ്പോൾ വണ്ടികൾ കയറും, പക്ഷേ ചെറിയ തോതിൽ ബ്ലോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ പോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. കറങ്ങി വരണം, സമയമെടുക്കും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വെറുതെ റിപ്പീറ്റ് അടിച്ച് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അതാണ് ഇവിടം വരെ വീഡിയോ കാണിക്കാതിരുന്നത്. അപ്പം നമ്മൾ ആ സൈഡിൽ കൂടെ ഉള്ള റോഡ് വഴി നമ്മുടെ പോർട്ടിലേക്ക് പോവുകയാണ്.
പിന്നെ നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ച് മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ICP എന്ന് പറയുന്ന ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇൻ്റർനാഷണൽ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് പോയിൻ്റായിട്ട് നമ്മുടെ പോർട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്ത് വരുന്ന ആളുകൾക്ക് നമ്മുടെ പോർട്ട് വഴി ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പോർട്ട് വഴി പുറത്തേക്കും പോകാം. പ്രൊവൈഡഡ് ആളുകൾക്ക് പോകാനാണെങ്കിൽ ഓപ്ഷൻ ക്രൂയിസ് വെസൽസ് ആണ്. അതേപോലെ നമ്മുടെ ഈ കപ്പലിൽ വരുന്ന ജീവനക്കാർക്ക് നമ്മുടെ സിറ്റി കറങ്ങി കാണാം. അവർക്ക് അതായത് ഇപ്പോൾ ചില കപ്പലൊക്കെ വന്നാൽ 2-3 ദിവസമൊക്കെ ഇവിടെ ഹോൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ കപ്പലിലെ ജീവനക്കാർക്ക്, അതായത് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ജീവനക്കാർക്ക് ഷോർ ലീവ് നടത്തി സിറ്റിയിലൊക്കെ കറങ്ങിയിട്ട് വരാം. അതുപോലെ മെഡിക്കൽ എമർജൻസി വരുമ്പോഴത്തേക്കും കപ്പലിലെ ജീവനക്കാർക്ക് അടിയന്തര മെഡിക്കൽ സഹായം കൊടുക്കാനായിട്ട് അവരെ കരയിലേക്ക് ഇറക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മുടെ എന്താ പറയുക, ക്രൂ ചേഞ്ച് കുറച്ച് നാൾ മുന്നേ വരെ നമ്മുടെ പോർട്ടിൽ നടന്നുകൊണ്ടിരുന്നതാണ് ക്രൂ ചേഞ്ച് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ആ ക്രൂ ചേഞ്ച് നടത്താനായിട്ട് ഈ ഒരു ICP ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിൻ്റെ ആ ഒരു ഇത് നമുക്ക് സഹായകരമാണ്. അതേപോലെ ഭാവിയിൽ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മുടെ ക്രൂയിസ് ടെർമിനലും കൂടെ റെഡിയാവും എന്നാണ് ഡിസൈൻ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ക്രൂയിസ് ടെർമിനൽ റെഡിയായി കഴിയുമ്പോഴത്തേക്കും ക്രൂയിസ് ഷിപ്പുകൾ വഴി ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ നാട്ടിലിറങ്ങാം. കോവളം ബീച്ചോ ഒക്കെ നമ്മുടെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ആളുകൾക്ക് ഇവിടെ കപ്പലുകളിൽ വരാം. അപ്പം അതാണ് നമ്മുടെ ഈ ICP കൊണ്ടുള്ള ഗുണം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഏരിയയിൽ അവസ്ഥ. നമുക്ക് ചുമ്മാ അവിടെ വരെ ഒന്ന് പോയി നോക്കാം. കാരണം ആളുകളൊക്കെ വണ്ടിയിലൊക്കെ പോകുന്നുണ്ട്, എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്, നടക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുമ്മാ കറങ്ങിയിട്ട് വരാം. ഇവിടെ മുകളിലോട്ട് പാലത്തിലോട്ടുള്ള അപ്രോച്ച് റോഡാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് പോയിട്ടൊന്ന് തിരിച്ചു വരാം. അപ്രോച്ച് റോഡ് ഇവിടം വരെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ബോർഡൊന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു ബോർഡ് നടുക്കിയിരിപ്പുണ്ട്. നേരെ പോയാൽ കാരോട് ട്രക്ക് ടെർമിനൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ട്രക്ക് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രക്കുകൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തന്നത്. അതാണ് ട്രക്ക് ടെർമിനൽ എന്നുള്ളത്. നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് കടന്ന് റൈറ്റ് പിടിച്ചാൽ കാരോട്, അതായത് ബൈപ്പാസ് തീരുന്ന സ്ഥലം. ലെഫ്റ്റിലോട്ട് പോയാൽ കോവളം. അതാണ് ഈ ബോർഡുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ റോഡ് വഴി അങ്ങ് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് വരെ പോയിട്ട് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതോടൊപ്പം പറ്റുവാണെങ്കിൽ കുറച്ച് കാഴ്ചകളും കൂടെ ഒന്ന് കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് പോർട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് 4 വരി എല്ലാം പണിതിട്ടിരിക്കുന്നത്. ഇതുവഴിയായിരിക്കും ഭാവിയിൽ കണ്ടെയ്നറുകൾ നമ്മുടെ പോർട്ടിലേക്ക് പോകുന്നതും തിരിച്ച് പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും. എവിടെ 4 വരിപ്പാത റെഡിയാക്കിയിട്ടാലും അത് ഫങ്ഷണൽ ആവുന്നതിന് മുന്നേ അത് ആൾക്കാർക്കുള്ളൊരു എന്താ പറയുക, നടക്കാനുള്ളൊരു ഗ്രൗണ്ട്, റിക്രിയേഷൻ ക്ലബ്ബൊക്കെ ആയിട്ട് മാറും. അതാണിപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടത്. ആൾക്കാർ എന്താ പറയുക, വൈകുന്നേരത്തെ നടത്തത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ നടക്കുന്നതാണ് നിങ്ങളാ കണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം പോർട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്നു. പോർട്ടിൽ കല്ലൊക്കെ ഇറക്കാൻ വരുന്ന ലോറികളൊക്കെ ഇവിടെ ഇരുവശത്തും കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ ക്രെയിനുകളുണ്ട്. പോർട്ടിലെ ആവശ്യങ്ങൾക്ക് കൺസ്ട്രക്ഷനും ഒക്കെ മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ക്രെയിനുകളൊക്കെയാണ്. വലിയ വലിയ ക്രെയിനുകൾ, ചെറിയ ചെറിയ ക്രെയിനുകൾ ഒക്കെ കിടപ്പുണ്ട്. ലോറികൾ കാണാം, ക്രെയിനുകൾ കാണാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ക്രെയിനുകളൊക്കെ കാണാം. അപ്പോൾ എന്താ അവിടെ ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് ഈ നേരെ പോകുന്നതാണ് പോർട്ടിലേക്കുള്ള റോഡ്. ആ റോഡിൻ്റെ ഇടതുവശത്ത് നിങ്ങൾക്ക് വേറൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് കാണാം. പാർക്കിംഗ് ഏരിയ. അതായത് ഗേറ്റ് എത്തുന്നതിന് മുന്നേ ഉള്ള പാർക്കിംഗ് ഏരിയയാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീ ഗേറ്റ് പാർക്കിംഗ് ഏരിയ എന്നാണ് ഞാൻ വായിച്ചത്. ചിലപ്പോൾ ഞാൻ വായിച്ചത് തെറ്റായിരിക്കാം. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. അപ്പോൾ അവിടെ പ്രീ ഗേറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്കൊന്ന് ജസ്റ്റ് ആ സൈഡിലോട്ടൊന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് കാണാം. അപ്പോൾ ദാ ഇവിടെ കണ്ടോ, ആ സൈഡിൽ നിങ്ങൾക്ക് കാണാം അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഈ ഒരു നോട്ടിൽ, ഈ ഒരു പോയിന്റിൽ നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. സോ
ഇതായിരുന്നു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള താൽക്കാലികമാണെന്ന് ഓർക്കണം. ഒറിജിനൽ റോഡല്ല അത്. ഇനി മറ്റേ നമ്മുടെ എന്താ പറയുക ക്ലോവർ ലീഫ് മാതൃകയിലുള്ള റോഡൊക്കെ വന്ന് അതേത് കാലത്ത് വരുന്ന ദൈവത്തിനറിയാം. അപ്പോൾ ഈ താൽക്കാലിക റോഡെങ്കിൽ താൽക്കാലിക റോഡ്. കാരണം നമുക്ക് ഗേറ്റ് വേ കാർഗോയ്ക്ക് പെർമിഷൻ കിട്ടിയിട്ട് മാസങ്ങളായി. അതായത് ഏകദേശം മാർച്ചിൽ നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടിയതാണ്. അതായത് മാർച്ച് മാസം 2025 മാർച്ച് മാസം നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടിയതാണ്. എന്നിട്ട് ഇപ്പോൾ ദാ 2025 നവംബർ തീരുന്നു, ഡിസംബർ ആവുന്നു. എന്നിട്ടും നമ്മൾ ഇതുവരെ ഗേറ്റ് വേ കാർഗോ നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല. അതും താൽക്കാലിക റോഡ് വെച്ചിട്ട് പോലും നമുക്ക് ഗേറ്റ് വേ കാർഗോ തുടങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെയധികം ഒരു നെഗറ്റീവാണ്. പക്ഷേ എന്താ പറയുക, എല്ലാം പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമുക്ക് ആശിക്കാനല്ലേ പറ്റത്തുള്ളൂ. അത് കാര്യങ്ങൾ ചെയ്യേണ്ടവർ കൃത്യമായിട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് തരിക. നിങ്ങളുടെ സ്നേഹം തുടർന്നും ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ.